الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 94-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممترين. فإن كنت ഇനി താങ്കളാണെങ്കിൽ ഫി ഷക്കിൻ സംശയത്തിൽ മിമ്മ അൻസൽന ഇലൈക നാം താങ്കൾക്ക് ഇറക്കി തന്നതിൽ ഫസ്അലില്ലദീന യഖ്റഊനൽ കിതാബ് ഫസ്അൽ അപ്പോൾ താങ്കൾ അന്വേഷിക്കുക, ചോദിക്കുക, അല്ലദീന യഖ്റഊനൽ കിതാബ മിൻ ഖബ്ലിക താങ്കളുടെ മുമ്പ് വേദം വായിക്കുന്നവരോട്. ലഖദ് ജാഅക്കൽ ഹഖ്ഖു താങ്കൾക്ക് സത്യം വന്നെത്തി, മിർ റബ്ബിക താങ്കളുടെ രക്ഷിതാവിൽ നിന്ന്. ഫലാ തകൂനന്ന ആയതിനാൽ താങ്കൾ ഒരിക്കലും ആകരുത് മിനൽ മുംതരീൻ സംശയാലുക്കളിൽ പെട്ടവർ. എന്നുകൂടെ അർത്ഥം പറയാം. ഫഇൻ കുൻത ഇനി താങ്കളാണെങ്കിൽ ഫി ഷക്കിൻ ഒരു സംശയത്തിൽ, മിമ്മ അൻസൽന ഇലൈക താങ്കൾക്ക് നാം ഇറക്കിത്തന്നതിൽ, ഫസ്അലില്ലദീന യഖ്റഊനൽ കിതാബ മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ് വേദം വായിക്കുന്നവരോട്, താങ്കൾക്ക് മുമ്പുള്ള വേദം വായിക്കുന്നവരോട് താങ്കൾ ചോദിച്ചു നോക്കുക. ലഖദ് ജാഅക്കൽ ഹഖ്ഖു തീർച്ചയായും താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ട്, മിർ റബ്ബിക താങ്കളുടെ രക്ഷിതാവിൽ നിന്നും, അൽ ഹഖ്ഖു സത്യം വന്നെത്തിയിട്ടുണ്ട്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ സംശയിക്കുന്നവരിൽ താങ്കൾ പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നേരെ സംബോധന ചെയ്യുന്നതെങ്കിലും ഖുർആൻ വായിക്കുന്ന ഓരോരുത്തരുമാണ് അതിൻ്റെ ഉദ്ദേശം. നേർക്കുനേരെ നബിയോടാണ് പറയുന്നത്. പക്ഷേ ഖുർആൻ വായിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുമ്പ് വേദം നൽകപ്പെട്ടവരോട് ചോദിച്ചു നോക്കുക. അള്ളാഹു എങ്ങനെയാണ് വഹയ്യ് നൽകിയിരുന്നത് പ്രവാചകന്മാർക്ക്, ആരായിരുന്നു അല്ലാഹു തആല പ്രവാചകന്മാരായി നിയോഗിച്ചിരുന്നത്, ആരോടായിരുന്നു പ്രബോധനം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പ് വേദം വായിക്കുന്ന എന്നിട്ട് അറിവും കഴിവുമുള്ളവരോട് അന്വേഷിച്ച് നോക്കണം. ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംശയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സംശയിച്ചോ? ഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക താങ്കൾക്ക് നാം ഇറക്കി തന്നതിൽ താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ അള്ളാഹ് ഇറക്കണതല്ലേ, ഇത് തന്നെയല്ലേ സത്യം എന്നിത്യാദി സംശയങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടിട്ടുള്ള ജൂത ക്രൈസ്തവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുക എന്നാണ്. ഇതിന് ഏറ്റവും നല്ലൊരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ അദ്ദേഹം കൊടുത്ത ഒരു ഉദ്ധരണിയാണ്. വളരെ കൃത്യമായിട്ട് അതിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൻ നബിയു ലം യശുക്ക വലം യസ്അൽ വലാകിന്ന ഹാദാ ഹുക്മുൻ മുഅല്ലഖുൻ ബിശർത്തിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ വിഷയത്തിൽ സംശയിച്ചിട്ടില്ല. പ്രവാചകന്മാരാരും അവർക്ക് ലഭിക്കുന്ന വഹയിൽ നിർദ്ദേശങ്ങളിൽ സംശയിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ അങ്ങനെ സംശയിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. മുൻഗാമികളോട് മുമ്പ് വേദം നൽകപ്പെട്ടവരോട് ചോദിച്ചു നോക്കുക എന്നാണല്ലോ പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നോക്കിയിട്ടില്ല. കാരണം എന്താ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. പിന്നെ ആർക്കാ സംശയം ഉണ്ടാകുക? നബിയുടെ അനുയായികളിൽപ്പെട്ട പലർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ നബിയുടെ ഖുർആൻ നബി ഖുർആൻ ഓതി കേൾപ്പിക്കുന്നതും ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുന്നതും കേൾക്കുന്നവരിൽ ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടില്ല. വലാകിന്ന ഹാദാ ഹുക്മുൻ മുഅല്ലഖുൻ ബിശർത്തിൻ. ഈ നിയമം ഇതൊരു നിബന്ധനയോട് കൂടിയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. എന്താ നിബന്ധന? താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. ഇല്ലേ, ആ വിഷയം അവിടെ വരുന്നില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. എന്നിട്ട് വൽ മുഅല്ലഖു ബിശർത്തി യുഅദം ഇൻദ അദമിഹി. അങ്ങനെ ഒരു നിബന്ധന ഇല്ലെങ്കിൽ ആ വിഷയം ഉണ്ടാകുന്നില്ല, ആ സംശയം ഇല്ലെങ്കിൽ ആ വിഷയം ഇല്ലാതെയായി പോകും എന്നാണ്. വഫി ദാലിക സഅത്തുൻ ലിമൻ ശക്ക. പിന്നെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വിശാലമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഔ അറാദ അഹ്തജ, അല്ലെങ്കിൽ തെളിവ് കിട്ടാൻ വേണ്ടിയാണ്. ഔ യസ്ദാദ യഖീന, അല്ലെങ്കിൽ ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ മനസ്സിലൊരു അസ്വസ്ഥത, ഒരു സംശയം ഉണ്ടായാൽ അതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് ആ സംശയം ദൂരീകരിക്കപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിനൊരു ഉറപ്പ് കിട്ടും. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ഇതല്ലാതെ പ്രവാചകൻ സംശയിച്ചു എന്ന് നമ്മൾ സംശയിക്കാൻ പാടില്ല. അതാണ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചില അസ്വസ്ഥമായ ചിന്തകളുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ പലരും അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങനെയുള്ള അസ്വസ്ഥമായ സംശയം ഉണ്ടാവും. ചിലപ്പോൾ എന്താ ഇപ്പോൾ റസൂൽ അങ്ങനെ പറഞ്ഞത്, നമുക്കതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ അല്ലാഹ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആശയം, അതിങ്ങോട്ട് മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. ചില ആയത്തുകളൊക്കെ വായിച്ച് അതിങ്ങോട്ട് മനസ്സിൽ കടന്നു കാണ്ട് ഇങ്ങനെ നമ്മൾ പറയില്ല, ഒരു ഇഷ്കാരി അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ല, ഒരു ആശയക്കുഴപ്പം. അപ്പോൾ എന്താ ചെയ്യുക? അത് മനസ്സിലിങ്ങോട്ട് കൃത്യമായിട്ട് ഇങ്ങോട്ട് നിരൂപിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ കൃത്യമായ ധാരണ ഉണ്ടാകണില്ല, മനസ്സിനൊരു യഖീൻ ഇങ്ങോട്ട് കിട്ടണില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അത് വിശ്വാസികൾക്കും ഉണ്ടാകാം. അങ്ങനെ സംശയം വന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ദിക്ർ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ആഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഇതിങ്ങോട്ട് ഉരുവിടുങ്ങൾ. ഈ ദിക്റായിട്ട് നമ്മളത് പഠിച്ചു വെക്കുക. എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു, അവൻ ആദ്യമുള്ളവനാണ്, അന്ത്യനും അവൻ തന്നെ, അല്ലെങ്കിൽ അന്തിമമായി ഉണ്ടാകുന്നവനും അവൻ തന്നെ. വൽ ആഹിറു, അവനാണ് പുറം. വൽ ബാത്തിനു, അവനാണ് അകം. അവനാണ് എല്ലാ കാര്യങ്ങളുടെയും പുറം കാര്യങ്ങളും ഉൾക്കാര്യങ്ങളും അറിയുന്നവനും നിയന്ത്രിക്കുന്നവനും. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ് പറയുന്നത്. അപ്പോൾ ചിലതൊന്നും നമ്മളെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തക്ക്, നമ്മുടെ അറിവിന് അള്ളാഹു പറഞ്ഞത് അപ്പടി ഇങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പല പരിമിതികളുണ്ടല്ലോ, നമ്മളെ എല്ലാ ശബ്ദവും നമുക്ക് ഒരേമാതിരി കേൾക്കാൻ കഴിയില്ലല്ലോ. ചിലതൊക്കെ കേട്ടാൽ എന്താ ഉണ്ടാവുക? കേൾവി തന്നെ ഇല്ലാതാവും, ഇല്ലേ? അങ്ങനെ പടക്കാർത്തുനിന്ന് പൊട്ടിയ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചെവിൻ കൊട്ടി അടച്ചു എന്ന് പറയും. അപ്പോൾ എന്താ, അത് താങ്ങാനുള്ള കരുത്തില്ല. അതിലും വലിയ ശബ്ദം വന്നാൽ ബോധം കെട്ട് വീഴും. കണ്ണിൻ്റെ ഇതും അങ്ങനെ തന്നെ. കണ്ണിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത വെളിച്ചം വന്നാൽ കണ്ണിൻ്റെ കാഴ്ച നശിക്കൂലേ? അതല്ല ചിലപ്പോഴൊക്കെ ഗ്രഹണം ഉണ്ടാകുമ്പോൾ സൂര്യനെ നോക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും, അതിന് പരിമിതിയുണ്ട്. അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അലീമാൻ, ബി കുല്ലി ഷൈഇൻ അലീമാൻ. അപ്പോൾ അള്ളാഹ് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ബുദ്ധിക്ക് അനുസരിച്ച്, നമ്മളെ ബുദ്ധി അതിന് വളർന്നിട്ടില്ല. അപ്പോൾ എന്താ പിന്നെ നമ്മൾ ചെയ്യുക? അപ്പോൾ ഈ ദിക്റ് കാണാൻ പറ്റും. ഇത് സൂറത്ത് ഹദീദിലെ 2-ാമത്തെ ആയത്തിൽ വന്നതാട്ടോ. ഏത്? ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ആഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അത് സൂറത്തു വഹുവ ബികുല്ലി ഷൈഇൻ അലീം, ഹദീദ് 2-ാമത്തെ ആയത്തിൻ്റെ അവസാനം. പിന്നെയുണ്ടല്ലോ നമുക്ക് പൊരുത്തപ്പെടാനുള്ള, നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു ദിക്ർ. നമ്മൾ ബാങ്കിൻ്റെ ശേഷമൊക്കെ ചെല്ലൂലേ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇതോടുകൂടി നമ്മളെ മനസ്സിന് സമാധാനം കിട്ടും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ആശയക്കുഴപ്പമോ സംശയമൊക്കെ വിശ്വാസികളിലും ഉണ്ടാകാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പരിഹാരമാണ് ഹദീദ് 2-ാമത്തെ ആയത്ത്. വലാകിൻ ലിയത്മഇന്ന ഖൽബി. അതെ ഇബ്രാഹിം നബിക്ക് വിശ്വാസമില്ലായിട്ടല്ല, മനസ്സിനൊരാശ്വാസം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഉൾക്കൊള്ളാം. ശരി. പിന്നെ
ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഇതേ വിധത്തിൽ വേറെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലേ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കൾ അമലില്ലാതാവും, അതാണ് ഹുബൂത്താവും, നശിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്നാലും അദ്ദേഹത്തോട് പറഞ്ഞില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലും നഷ്ടപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു. സൂറത്ത് സുമറിൽ അത് വന്നിട്ടുണ്ട്. അതേമാതിരി യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളും അവർക്കൊന്നും വഴങ്ങിയിട്ടില്ലല്ലോ, എന്നാലും അദ്ദേഹത്തോട്. അതെന്തിനാ? അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നേതാവിനോട് പറയും ചിലപ്പോൾ അനുയായികൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ പൊരുൾ. ഒരാളോട് പറയും എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുക. അടുത്ത ആയത്തും അതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഫഇൻ കുൻത, ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. ഫഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക, നാം താങ്കൾക്ക് ഇറക്കി തന്നതിൽ താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഫസ്അലില്ലദീന യഖ്റഊനൽ കിതാബ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് വേദം വായിക്കുന്നവരോട് അന്വേഷിക്കുക. എന്നുവെച്ചാൽ വായിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരോട് വേണം അന്വേഷിക്കാൻ. ഏതെങ്കിലും വേദവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പോയി ചോദിക്കില്ല. വേദങ്ങൾ വായിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരോട് കാര്യം അന്വേഷിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. അഥവാ താങ്കളുടെ അനുയായികളും ചെയ്യേണ്ടത് അവർ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. അറിയാത്ത കാര്യം ചോദിച്ച് പഠിക്കണം, വിശ്വാസ്യതയുള്ളവരോട് ചോദിച്ച് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ലഖദ് ജാഅക്കൽ ഹഖ്ഖു മിർ റബ്ബിക, താങ്കൾക്ക് താങ്കളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ് വന്നെത്തിയിരിക്കുന്നത്, തീർച്ചയായും സത്യമാണ് വന്നെത്തിയിരിക്കുന്നത്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, ആയതുകൊണ്ട് താങ്കൾ സംശയാലുക്കളിൽ പെടരുത്. താങ്കൾ പെടരുത് പറഞ്ഞാൽ താങ്കളുടെ അനുയായികൾ അങ്ങനെയുള്ള സംശയത്തിൽ അകപ്പെടേണ്ടതില്ല. താങ്കൾക്ക് വന്നു കിട്ടിയത് റബ്ബിൽ നിന്നുള്ള സത്യമാണ്, അഥവാ ഖുർആനാണ് സത്യം. ഖുർആൻ ജനങ്ങൾക്ക് നൽകുന്ന നിയമമാണ് സത്യം. ഖുർആൻ നൽകുന്ന ആദർശമാണ് സത്യം. ഖുർആൻ നൽകുന്ന സന്മാർഗമാണ് സത്യം. പ്രവാചകനാണ് അതിനെ വിശദീകരിക്കുന്നത്, അദ്ദേഹമാണ് സത്യം. അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഖുർആൻ നൽകുന്ന ശാസനകളിലും നിർദ്ദേശങ്ങളിലും കൽപ്പനകളിലും ഉറച്ചു നിന്ന് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.